രാജ കിരീട ധാരണവുമായി ബന്ധപ്പെട്ടാണ് നാലാമത്തെ വിരുന്ന് നടന്നത്. അടുത്ത ഭാഗം 16 മുതൽ 20 വരെയുള്ള ഭാഗത്തിന്റെ പകുതിയിലാണ് ഞാൻ നിർത്തിയത്. അടുത്ത ഭാഗത്തേക്ക് മൊർദെഖായി, അതായത് എസ്തറിന്റെ വളർത്തച്ഛനായ ചിറ്റപ്പനായ മൊർദെഖായി എസ്തറിനോട് പറയുകയാണ്, നീ നിന്റെ കുലത്തെയും ജാതിയെയും കുറിച്ച് ആരോടും പറയരുത്, നീ അത് രഹസ്യമാക്കി വെക്കണം. അത് രഹസ്യമാക്കി വെക്കണം എന്ന് പറഞ്ഞതിന്റെ കൃത്യമായ വിവരം എന്താണ് എന്ന് നമുക്കറിയില്ല എങ്കിലും വേദശാസ്ത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് അത് മിക്കവാറും അതിന്റെ കാരണം എന്ന് പറയുന്നത് ഒരു പക്ഷേ പാർസി രാജാക്കന്മാർ പാർസി ദേശത്തിലുള്ളതായ വ്യക്തികൾ അവളുടെ ജാതിയെ ഒരു അടിമ ജാതിയിൽ നിന്നും കടന്നു വന്ന പെൺകുട്ടി എന്നുള്ള നിലയിൽ അവളെ ഒരുപക്ഷെ പുച്ഛിക്കുവാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ആയിരിക്കാം ഇപ്രകാരമുള്ള ഒരു കാര്യം ആവശ്യപ്പെട്ടത് എന്ന് വേദശാസ്ത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്തായാലും വിവാഹശേഷം കിരീടധാരണത്തിന് ശേഷം മൊർദെഖായിയിൽ നിന്ന് ലഭിച്ച ആദ്യത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് ചില രഹസ്യങ്ങളെ സൂക്ഷിക്കുന്നവളായിരിക്കണം മഹാറാണി എന്നുള്ളതാണ്. വീണ്ടും നമുക്ക് 2-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള ഭാഗത്ത് കാണുവാൻ കഴിയുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കന്യകമാരെ 2-ാം തവണയും ശേഖരിക്കുന്നു എന്നുള്ളതാണ്. 2-ാം തവണ കന്യകമാരെ ശേഖരിക്കുന്നു എന്ന കാര്യം കാണുന്നതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അഹശ്വേരോശ് രാജാവ് ഏക ഭാര്യ ഉള്ള വ്യക്തി ആയിരിക്കുവാൻ ആഗ്രഹിച്ചിരുന്നില്ല. അദ്ദേഹം അതിന് വിസമ്മതിച്ചു. നമുക്ക് നേരത്തെ തന്നെ നാം പഠിച്ച ഭാഗങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. അനേക വെപ്പാട്ടികൾ ഉണ്ടായിരുന്നു. ഹേഗായിയുടെ നേതൃത്വത്തിലുള്ളതായ കൊട്ടാരത്തിൽ നിന്ന് കന്യകമാർ രാജാവിന്റെ അടുക്കൽ വരികയും മറ്റൊരു കൊട്ടാരത്തിലേക്ക് കടന്നു പോവുകയും ചെയ്യുകയാണ്. വെപ്പാട്ടികളെ സൂക്ഷിക്കുന്ന ഒരു കൊട്ടാരം തന്നെ ഉണ്ടായിരുന്നു രാജാവിന്. എന്നിരിക്കലും ഒഫീഷ്യലായി തന്നെ അനേകം വ്യക്തികളുമായി ശാരീരിക ബന്ധം പുലർത്തുന്നതിന് വേണ്ടി അദ്ദേഹം 2-ാം തവണയും കന്യകമാരുടെ ശേഖരണം നടത്തി എന്ന് നമുക്കവിടെ വായിക്കുവാൻ കഴിയുന്നു. വീണ്ടും അടുത്ത ഭാഗം കടന്നു വരുമ്പോഴത്തേക്ക് നമുക്ക് കാണുവാൻ കഴിയുന്നത് മൊർദെഖായിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവനയാണ്. മൊർദെഖായി വാതിൽക്കൽ ഇരുന്നിരുന്നു. എസ്തറിന്റെ പുസ്തകത്തെ സംബന്ധിച്ച് അത് കഥയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിലെ ചരിത്ര പശ്ചാത്തലത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ മാത്രം കണക്ട് ചെയ്ത് പഠിപ്പിച്ചാണ് ഞാൻ പോകുന്നത്. വെറുതെ കഥ പറഞ്ഞ് സമയം കളയേണ്ടതില്ലല്ലോ. വാതിൽക്കൽ മൊർദെഖായി ഇരുന്നു എന്നുള്ളതായ പ്രയോഗം കൊണ്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് വാതിൽക്കൽ ഇരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു അധികാര സ്ഥാനത്തെ സൂചിപ്പിക്കുന്നതാണ്. ഒരു വാതിൽക്കൽ ഇരിക്കുന്ന വ്യക്തി, പട്ടണ വാതിൽക്കൽ ഇരിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ ഒരു കൊട്ടാരത്തിന്റെ വാതിൽക്കൽ ഇരിക്കുന്ന വ്യക്തി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പോഴുള്ള കാലഘട്ടത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓഫീസിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഹെൽപ്പ് ഡെസ്കിൽ ഇരിക്കുന്ന വ്യക്തികളെ കാണാം. ആദ്യം നമുക്ക് ആ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ സഹായിക്കണമോ, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു എന്ന് പറഞ്ഞൊരു ബോർഡൊക്കെ വച്ച് ചില വ്യക്തികൾ അവിടെ ഇരിക്കുന്നത് കാണുവാൻ കഴിയും. അങ്ങനെയുള്ള വ്യക്തികളെ പോലെ നല്ല അധികാരമുള്ള ആ ഭാഗം അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. നല്ല അധികാരമുള്ള, മറ്റുള്ളവർ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു മൊർദെഖായി എന്നുള്ളതാണ്. അല്ലാതെ നാം പൊതുവെ വാതിൽക്കൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നുണ പറയുന്നതിനോ മറ്റുള്ളവരെ കുറിച്ച് ദുഷിക്കുന്നതിനോ ഒക്കെ ഉള്ള ഒരു അവസരമുള്ള സ്ഥാനത്ത് ഇരുന്ന വ്യക്തിയായിരുന്നു മൊർദെഖായി എന്നുള്ളതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഈ പ്രയോഗം മൊർദെഖായി വാതിൽക്കൽ ഇരുന്നിരുന്നു എന്ന പ്രയോഗം നമുക്ക് 4-ാം അധ്യായം അതിന്റെ 2-ാം വചനം, 5-ാം അധ്യായം അതിന്റെ 13-ാം വചനം ഈ ഭാഗങ്ങളിൽ ആവർത്തിച്ചു വരുന്നതായി കാണുവാൻ കഴിയുന്നു. തുടർന്നുള്ള എസ്തറിന്റെ പുസ്തകത്തിന്റെ ചരിത്രത്തെയും അതുപോലെ യഹൂദ ചരിത്രന്മാരെയും ബാധിക്കുന്ന, അവരെ സ്വാധീനിക്കുന്ന, അവരുടെ ചരിത്രത്തെ സ്വാധീനിക്കുന്ന ഒരു വലിയ പ്രസ്താവന മൊർദെഖായി വാതിൽക്കൽ ഇരുന്നിരുന്നു എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1-ാം വചനത്തിലേക്ക് കടന്നു വരുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ പട്ടണവാതിൽക്കൽ കൂടി പട്ടണത്തിന്റെ മൂപ്പന്മാർ എല്ലാവരുമായി ചേർന്ന് ബോവസിനോട് സംസാരിച്ച്, അതുപോലെ തന്നെ ബോവസും രൂത്തിനെ വീണ്ടെടുപ്പുകാരനും ഒക്കെ ആയിട്ട് സംസാരിച്ച് അവിടെ ഒരു കാര്യം സെറ്റിൽ ചെയ്യുകയാണ്. എന്താണ് അവർ സെറ്റിൽ ചെയ്യുന്നത്? ആരാണ് രൂത്തിനെ വിവാഹം ചെയ്യേണ്ടതെന്ന്. അതായത് ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുന്ന പോയിന്റ് ആയിരുന്നു
ആ പട്ടണവാതിൽക്കൽ ഇത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. രാജകൊട്ടാരത്തിന്റെ വാതിൽക്കൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, രാജസന്നിധിയിൽ വച്ചെടുക്കേണ്ടുന്ന തീരുമാനങ്ങളെ അതെങ്ങനെ നടപ്പിലാക്കണം, അത് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന സ്ഥലമാണ് പട്ടണവാതിൽക്കൽ അല്ലെങ്കിൽ കൊട്ടാരത്തിന്റെ വാതിൽക്കൽ എന്നുള്ളത്. അത് വിലയോടെ അല്പം നമുക്ക് ചിന്തിക്കേണ്ട, അല്പം ബഹുമാനിക്കേണ്ട ഒരു സ്ഥാനത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. അവിടെ ആയിരുന്നത് കൊണ്ട് എന്താണ് സംഭവിച്ചത്? പട്ടണവാതിൽക്കൽ മൊർദെഖായി ആയിരുന്നത് കൊണ്ട് പ്രധാനപ്പെട്ട ഒരു സംഭവം ആ ഭാഗത്ത് നടക്കുന്നതിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. രാജാവിന്റെ ഷണ്ഡന്മാരിൽ 2 പേർ ഒരു ഗൂഢാലോചന നടത്തുകയാണ്. 2-ാം അധ്യായം 21, 22, 23 വചന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് രാജാവിന്റെ ഷണ്ഡന്മാരിൽ 2 പേരായ തേരശും ബിഗ്താനും ഇവർ 2 പേരും ചേർന്ന് രാജാവിനെ കയ്യേറ്റം ചെയ്യുന്നതിനുള്ളതായ പദ്ധതികൾ രൂപീകരിക്കുകയാണ്. ആ പദ്ധതികൾ രൂപീകരിക്കുന്നത് മൊർദെഖായി അറിയുവാൻ ഇടയായി തീർന്നു. പക്ഷേ ഇതിന്റെ പിന്നിലുള്ള കാരണം എന്തായിരിക്കും? പാർസി സാമ്രാജ്യമാണ്. എസ്തറിന്റെ പുസ്തകത്തിൽ തന്നെ 1-ാം അധ്യായം അതിന്റെ 10-ാം വചനം, 14-ാം വചനം തുടർന്ന് പല വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് രാജാവിന്റെ സന്നിധിയിലേക്ക് സാധാരണ വ്യക്തികൾക്ക് കടന്നു ചെല്ലുവാനുള്ള അനുവാദം പാർസി സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നില്ല. ചില പ്രത്യേക ഉദ്യോഗസ്ഥർക്ക് മാത്രമേ രാജാവിനെ എല്ലായ്പ്പോഴും കാണുവാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അത് രാജാവിന്റെ ഏറ്റവും അടുത്തുള്ള അകമ്പടി സേവിക്കുന്ന പരിചാരകർക്കാണ്. മറ്റുള്ളവർക്ക്, അത് മഹാറാണി ആണെങ്കിൽ പോലും അവിടേക്ക് കടന്നു ചെല്ലുവാനുള്ളതായ അവസരം രാജാവ് വിളിച്ചാൽ മാത്രമേ ചെല്ലാൻ സാധിക്കുകയുള്ളൂ. വിളിച്ചില്ല എങ്കിൽ ഒരു കാരണവശാലും അവിടേക്ക് കടന്നു ചെല്ലുവാനുള്ള പെർമിഷൻ അവർക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ കേരളവുമായിട്ട് ബന്ധപ്പെടുത്തി നാം ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ചീഫ് മിനിസ്റ്റർ ആയിരിക്കുന്ന പിണറായി വിജയൻ സാറിന്റെ പേഴ്സണൽ വിങ്ങിലുള്ള ആൾക്കാരുടെ പോലെ നിന്ന 2 വ്യക്തികളാണ്. പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറയുന്ന വ്യക്തിപരമായ ഉദ്യോഗസ്ഥ വൃന്ദത്തിൽപ്പെട്ട വ്യക്തികളാണ് തേരശും ബിഗ്താനും എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള വ്യക്തികൾ അന്ന് ചെയ്തു വന്നിരുന്നതായ ചില കാര്യങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ അത് രാജാവിന്റെ അടുക്കൽ നിന്ന് സമ്മതമാകുന്നതിനാകാം, രാജാവിനെ അറിയിക്കുന്നതിനാകാം, അല്ലെങ്കിൽ രാജാവിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതിനാകാം. അതിന് അവർ കൈക്കൂലി വാങ്ങിയിട്ട് ഈ പരിചാരകർ രാജാവിന്റെ അടുക്കൽ ചെന്ന് എന്താണോ നടക്കേണ്ടത് ആ വിധത്തിൽ കാര്യങ്ങളെ ധരിപ്പിച്ചതിനു ശേഷം ആ കാര്യങ്ങൾ നടത്തി കൊടുക്കുകയും അതിന്റെ ഫലമായിട്ട് അവർക്കൊരു എക്സ്ട്രാ ഇൻകം, അധിക വരുമാനം അവർ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. അപ്പോ ഈ കാര്യത്തിന് വേണ്ടി ആയിരിക്കാം ഒരു പക്ഷേ എസ്തർ തൽസ്ഥാനത്ത് വന്നത് നിമിത്തം യഹൂദന്മാർ ന്യായപാലകരാണ്, അവർ വിശ്വസ്തരാണ്, ഇത് പ്രശസ്തമാണ്. അതുകൊണ്ട് തന്നെ ഇനി തങ്ങൾക്ക് ആ കൈക്കൂലി ലഭിക്കുകയില്ല, ഇനി ഏതെങ്കിലും രീതിയിൽ തങ്ങളുടെ വരുമാനം നിന്നു പോകും എന്ന് ചിന്തിച്ചിട്ട് രാജാവിനെ കയ്യേറ്റം ചെയ്യുവാൻ ശ്രമിച്ചതാവാം ഈ ഷണ്ഡന്മാർ. 2-മതായി ഉള്ള സാധ്യത എന്ന് പറയുന്നത് എസ്തർ രാജ്ഞിയായി വന്നിരിക്കുകയാണ്. വസ്തിയെ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കളഞ്ഞു. ഒരു പക്ഷേ വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് ഒരു പക്ഷേ ഈ ഷണ്ഡന്മാർ നേരത്തെ ഉണ്ടായിരുന്ന വസ്തി രാജ്ഞിയോട് കൂറു പുലർത്തിയിരുന്നവരാകാം, വസ്തി രാജ്ഞിയെ അധികം സ്നേഹിച്ചിരുന്നവരാകാം. അങ്ങനെയാണ് എങ്കിൽ വസ്തി രാജ്ഞി തൽസ്ഥാനത്ത് നിന്ന് തള്ളപ്പെട്ടത് അവർക്ക് അല്പമല്ലാത്ത കോപവും നീരസവും ഒക്കെ ജനിപ്പിച്ചിരിക്കും. നേരത്തെ നാം പഠിച്ചതുപോലെ അനാവശ്യമായി പെട്ടെന്നുണ്ടായ കോപം നിമിത്തം പെട്ടെന്ന് എടുത്തതായ തീരുമാനമാണ് മാനുഷികമായി അഹശ്വേരോഷിന്റെ തീരുമാനത്തെ ചിന്തിച്ചു കഴിഞ്ഞാൽ. പക്ഷേ വാസ്തവത്തിൽ അതിന്റെ പിന്നിൽ ദൈവിക ഇടപെടൽ ഉണ്ടായിരുന്നു. എങ്കിലും മാനുഷിക നേത്രങ്ങൾ കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതൊരു അബദ്ധമായിരുന്നു, പെട്ടെന്നെടുത്ത ധൃതി പിടിച്ചുള്ള ഒരു തീരുമാനമായി പോയി എന്നാണ്. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ എസ്തറിനോട് ഇവർക്ക് നീരസമുണ്ടാവും, അഹശ്വേരോഷ് രാജാവിനോട് നീരസമുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു വധശ്രമത്തിന് സാധ്യതയുണ്ട്. 3-മത്തെ കാര്യം എന്ന് പറയുന്നത് ഈ വധശ്രമത്തിനുള്ള ഗൂഢാലോചനയ്ക്കുള്ള കാരണങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. 3-മത്തെ കാര്യം എന്ന് പറയുന്നത് വസ്തി രാജ്ഞി പോയത് സ്ഥാനത്തേക്ക് കടന്നു വന്നിരിക്കുന്നത് പുറജാതിക്കാരിയായ എസ്തറാണ്. പാർസി സാമ്രാജ്യത്തെ കുറിച്ച് പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അവരുടെ രാജാക്കന്മാർക്ക്, അവരുടെ
ഉന്നതാധികാരങ്ങളിലുള്ളവർക്ക് 7 പ്രത്യേക കുലീന കുടുംബങ്ങളിൽ നിന്ന് മാത്രമേ വിവാഹം ചെയ്യുവാനായിട്ട് പെർമിഷൻ കൊടുത്തിരുന്നുള്ളൂ, അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ വന്നിരിക്കുന്നത് ആ കുലീന കുടുംബങ്ങളിൽ നിന്നുമുള്ള വ്യക്തിയല്ല, മറിച്ച് മറ്റൊരു ജാതിയിൽ നിന്ന്, അവർ നോക്കുമ്പോഴത്തേക്ക് പുറജാതിയിൽ നിന്നുമുള്ളതായ ഒരു സ്ത്രീയാണ് രാജസ്ഥാനത്ത് വന്നു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നീരസം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ 3 കാരണങ്ങളാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല എങ്കിലും വേദശാസ്ത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. ഒന്നാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് തങ്ങളുടെ വരുമാനം നിന്നു പോകുവാൻ സാധ്യതയുണ്ട്. കാരണം നീതിയുള്ള ന്യായാധിപതി അല്ലെങ്കിൽ നീതിയുള്ള ഒരു ജാതിയിൽ നിന്നും, വിശ്വസ്തതയുള്ള ഒരു ജാതിയിൽ നിന്നും പെട്ട ഒരു സഹോദരി, ഒരു സ്ത്രീ മഹാറാണിയായി മാറിയിരിക്കുന്നു. ആ കോപത്തിൽ അഹശ്വേരോശ് രാജാവിനെ കയ്യേറ്റം ചെയ്യുവാൻ തക്കവണ്ണം ഈ ഷണ്ഡന്മാർ തീരുമാനിച്ചിരിക്കാം. രണ്ടാമതായി നമുക്ക് കാണുവാൻ കഴിയുന്ന കാരണം എന്ന് പറയുന്നത് വസ്തിയോടുള്ള സ്നേഹ നിമിത്തം, വസ്തിയെ നീക്കിക്കളഞ്ഞതിലുള്ള കോപ നിമിത്തം അഹശ്വേരോശ് രാജാവിന് അപകടം വരുത്തുവാൻ തക്കവണ്ണം ഈ ഷണ്ഡന്മാർ തീരുമാനിച്ചിട്ടുണ്ടാവാം. മൂന്നാമതായി നമുക്ക് കാണുവാൻ കഴിയുന്ന കാരണം ഒരു പക്ഷേ 7 കുലീന കുടുംബങ്ങളിൽ പെടാത്ത മറ്റൊരു പുറജാതിയിൽ നിന്നുമുള്ള ഒരു സഹോദരി, അവൾ തങ്ങളെ ഭരിക്കുന്നതിലുള്ള നീരസം കൊണ്ട് ഒരു പക്ഷേ അഹശ്വേരോശ് രാജാവിനെ അപായപ്പെടുത്തുവാൻ തക്കവണ്ണം ഇവർ ശ്രമിച്ചിട്ടുണ്ടാവാം. ഈ 3 കാരണങ്ങളിൽ ഏത് കാരണം കൊണ്ടായാലും ദൈവം തക്ക സമയത്ത് മൊർദെഖായിക്ക് ഇത് അറിയത്തക്ക രീതിയിൽ സാഹചര്യങ്ങളെ സൃഷ്ടിക്കുകയുണ്ടായി. അദ്ദേഹം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, പട്ടണവാതിൽക്കൽ ഇരുന്നിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യം അറിയുവാൻ തക്കവണ്ണം ഇടയായത്. ഒരു കീ പോയിന്റിൽ ദൈവം ആക്കി വെച്ചിരുന്നു. അത് ഈ അറിവ് മൊർദെഖായി അറിഞ്ഞ ഉടനെ തന്നെ എസ്തറിനെ അറിയിക്കുകയാണ്. എസ്തർ രാജാവിനെ ഈ കാര്യത്തെ അറിയിച്ചു. അത് മൊർദെഖായി അറിയിച്ചു എന്ന് പറഞ്ഞ് തന്നെയാണ് എസ്തർ രാജാവിനെ അറിയിക്കുന്നത്. എന്നാൽ പതിവിന് വിരുദ്ധമായി അത് രാജാവിന്റെ സ്മരണയും പുസ്തകത്തിൽ എഴുതി വെച്ചു. പക്ഷേ രാജാവ് അതിന് പ്രതിഫലം ഒന്നും കൊടുത്തിരുന്നില്ല എന്ന് ആ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. രാജാവ് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു. കാര്യം അറിഞ്ഞ ഉടനെ പ്രതികരിച്ചില്ല, പകരം കാര്യം അന്വേഷിച്ചു. അതിനുശേഷം വേണ്ടുന്നതായ ശിക്ഷാവിധി നടപടികൾ എടുത്തു. ശിക്ഷാവിധി അവർക്ക് കൊടുത്തു. അവരെ തൂക്കി കൊന്നുകളഞ്ഞു. പക്ഷേ മൊർദെഖായിക്ക് പ്രതിഫലം കിട്ടിയില്ല എന്നുള്ള ഒരു മിസ്സിംഗ് പോയിന്റ് അവിടെ ഉണ്ടായിരുന്നു. അതും ദൈവത്തിന്റെ പദ്ധതിയിൽ പെട്ടതായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവിടെ തൂക്കിക്കൊന്നുകളഞ്ഞു എന്നാണ് നമുക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നത്. അത് പാർസി രാജാക്കന്മാരുടെ കൊലപാതകം ചെയ്യുന്ന അല്ലെങ്കിൽ മരണശിക്ഷ നടപ്പാക്കുന്ന രീതിയാണ് തൂക്കിക്കളയുക എന്നുള്ളത്. പക്ഷേ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം മരണശിക്ഷ നടപ്പിലാക്കുന്നത് കല്ലെറിഞ്ഞുകൊണ്ടാണ്. ലേവ്യ പുസ്തകം, ആവർത്തന പുസ്തകം, സംഖ്യാപുസ്തകം ഒക്കെ വായിച്ചു വരുമ്പോഴത്തേക്ക് യഹൂദന്മാരുടെ ഇടയിലെ ശിക്ഷാവിധി ഇതിന് തത്തുല്യമായി നിൽക്കുന്നത് തൂക്കിക്കൊല്ലുകയല്ല, മറിച്ച് കല്ലെറിഞ്ഞു കൊല്ലുകയാണ്. തിരിച്ചു വീണ്ടും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ റോമാ സാമ്രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ശിക്ഷാവിധി എന്ന് പറയുന്നത്, മരണശിക്ഷ എന്ന് പറയുന്നത് ക്രൂശീകരണമായിരുന്നു. ഓരോ സാമ്രാജ്യത്തെ കുറിച്ച് നമുക്ക് പഠിക്കുമ്പോൾ അവരുടെ ശിക്ഷാവിധികൾ, അവരുടെ രീതികളൊക്കെ വ്യത്യസ്തമായിരുന്നു എന്ന് വേദപുസ്തകത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്രയുമാണ് 2-ാം അധ്യായത്തെ സംബന്ധിച്ച് നമുക്ക് പഠിക്കുവാനുള്ളത്. 3-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ 3-ാം അധ്യായം 1-ാം വാക്യം മുതൽ 10-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം വരെയുള്ള ഭാഗം ഒറ്റ സെക്ഷനാണ്. എസ്തറിന്റെ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട കഥ, പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കുന്നത് വിവരിച്ചിരിക്കുന്ന ഭാഗമാണ് 3-ാം അധ്യായം 1-ാം വാക്യം മുതൽ 10-ാം അധ്യായം 3-ാം വാക്യം വരെയുള്ള ഭാഗം. 3-ാം അധ്യായം 1-ാം വാക്യം നമുക്ക് കാണുവാൻ കഴിയുന്നത് ഹാമാന് ഒരു പ്രൊമോഷൻ കിട്ടുന്നു. ആദ്യ സ്റ്റെപ്പില് നമുക്ക് കാണുവാൻ കഴിയുന്നത് ശത്രുവിന്റെ ഉയർച്ചയെ കുറിച്ചാണ്. 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ, നെഗറ്റീവായിട്ടുള്ള അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ നടന്നതിന് ശേഷമാണ് ഹാമാന് ഒരു പ്രൊമോഷനെ കുറിച്ച് നമുക്ക് ഈ ഭാഗത്ത് കാണുവാൻ കഴിയുന്നത്. ഹാമാൻ പ്രൊമോട്ടഡ് ആകുന്നത് ഒരു ഗൂഢാലോചന നടന്നതിനെ കുറിച്ച് രാജാവ് അറിഞ്ഞതിന് ശേഷവും അതിനുള്ളതായ ശിക്ഷാവിധി, മരണശിക്ഷ, 2 പേരെ തൂക്കിക്കൊന്നതിന് ശേഷവുമാണ്. എങ്കിലും മൊർദെഖായിയുടെ റിവാർഡ് ഇപ്പോഴും ഹാമാന് പ്രൊമോഷൻ കൊടുക്കുന്ന സമയത്ത് പോലും മൊർദെഖായിക്ക് കൊടുക്കേണ്ടതായ ആ റിവാർഡിനെ കുറിച്ച് പരാമർശിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. അത് പെൻഡിങ്ങിലാണ്. രാജാവ് അത് ഓർക്കുന്നു പോലും ഇല്ല. ഹാമാനെ കുറിച്ചുള്ള വിവരണം നമുക്ക് കാണുവാൻ കഴിയുന്നത് ആഗാഗ്യനായ ഹാമാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ആഗാഗ്യൻ എന്ന് പറയുമ്പോൾ ഏദോമ്യൻ, ഹിത്യൻ, ഹിവ്യർ എന്നൊക്കെ പറയുന്നത് പോലെ ഒന്ന് ജാതീയമായ പരാമർശമാകുവാൻ സാധ്യതയുണ്ട്. അതായത് ആഗാഗിന്റെ വംശ പാരമ്പര്യത്തിൽപ്പെട്ട വ്യക്തിയാണ് ആഗാഗ്യൻ എന്ന് നമുക്ക് കരുതുവാൻ സാധ്യതയുണ്ട് എന്ന് വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു. പക്ഷേ അവിടെ ഒരു പ്രശ്നം വരുന്നത്, ഒരു എതിർവാദം വരുന്നത്, പശ്ചിമ ഷേമ്യ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ ആഗാഗിന്റെ വംശജർ എന്ന് പറയുന്നത്. പശ്ചിമ ഷേമ്യ വിഭാഗത്തിൽപ്പെട്ടവർ, ഷേം, ഹാം, യാഫത്ത് എന്ന് പറയുന്നവർ നോഹയുടെ പുത്രന്മാരാണ്. അതിൽ ഷേമിന്റെ വംശാവലിയിൽപ്പെട്ട പശ്ചിമ ഭാഗത്ത് വെസ്റ്റേൺ സൈഡ് പാർത്തിരുന്നതായ, ഈസ്റ്റേൺ സൈഡ് പാർത്തിരുന്നതായ വ്യക്തികളാണ് പശ്ചിമ ഷേമ്യ വിഭാഗത്തിൽപ്പെട്ടവർ. അങ്ങനെയുള്ള വ്യക്തികൾ ഏകദേശം 600 വർഷങ്ങൾക്ക് മുൻപ് ഉള്ളതായ വേദപുസ്തകത്തിന്റെ പുതിയ നിയമ കാലഘട്ടത്തിന് ഏകദേശം 600 വർഷങ്ങൾക്ക് മുൻപ് നടക്കുന്ന ഒരു സാമ്രാജ്യമാണ് ഈ സാമ്രാജ്യം, BC 600-ലൊക്കെ. അപ്പോൾ ആ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു ബന്ധത്തിന്റെ ആ സോഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ച് വേദശാസ്ത്ര പണ്ഡിതന്മാർ പഠനത്തിന്റെ ഫലമായി പറഞ്ഞിട്ടുള്ളത്, പാർസി രാജാക്കന്മാരുടെ സദസ്സിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുവാൻ ഒരിക്കലും ഒരു പശ്ചിമ ഷേമ്യനെ അനുവദിക്കുകയില്ല എന്നുള്ളതാണ്. പശ്ചിമ ഷേമ്യനും പാർസി രാജാക്കന്മാരുമായി ബന്ധപ്പെടുവാൻ സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന്റെ വംശാവലി സംബന്ധിച്ചുള്ളതാണ് ഈ പരാമർശം. ആഗാഗ്യൻ എന്ന് പറയുമ്പോൾ ആഗാഗിന്റെ വംശത്തിൽപ്പെട്ടവൻ എന്നുള്ള പരാമർശത്തെ നമുക്ക് ഒഴിവാക്കി നിർത്തേണ്ടി വരും. നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ആഗാഗിന്റെ വംശജൻ എന്ന പരാമർശത്തെ ഒഴിവാക്കിയിട്ട് രണ്ടാമത്തെ സാധ്യതയിലേക്ക് നമുക്ക് വരും. എന്തുകൊണ്ടാണ് ആഗാഗ്യൻ എന്ന് വിളിക്കുന്നത്? പിൽക്കാലത്തുള്ളതായ സ്റ്റഡീസിൽ, ശിലാലിഖിതങ്ങളിലൊക്കെ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്, പാർസി സാമ്രാജ്യത്തിനകത്ത് ഒരു സംസ്ഥാനം ഉണ്ടായിരുന്നു. പാർസി സാമ്രാജ്യത്തിനകത്ത് ഒരു പ്രത്യേക സംസ്ഥാനം ഉണ്ടായിരുന്നു. ആഗാഗ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സംസ്ഥാനം. ആഗാഗ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സംസ്ഥാനം. വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത്, മിക്കവാറും ഈ സംസ്ഥാനത്തിൽ നിന്നുമുള്ളതായ വ്യക്തി, കേരളീയൻ, കർണാടകക്കാരൻ, ഡൽഹിക്കാരൻ എന്നൊക്കെ പറയുന്നത് പോലെ ആഗാഗ് എന്ന സംസ്ഥാനത്തിൽ നിന്നുമുള്ള വ്യക്തി എന്ന അർത്ഥത്തിലായിരിക്കണം ആഗാഗ്യൻ എന്ന് വിളിച്ചത് എന്നാണ്. അപ്പൊ 2 സാധ്യതകളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് ആഗാഗിന്റെ വംശജനെന്നാവാം, അല്ലെങ്കിൽ ആഗാഗ് എന്ന വംശത്തിൽപ്പെട്ടവനാകാം എന്ന് പറഞ്ഞു. അതിനുള്ള തള്ളിക്കളയുന്ന കാരണം പറഞ്ഞു. രണ്ടാമതായി പറയുന്നത്, ആ സ്ഥാനവുമായി, ജന്മസ്ഥലവുമായി ബന്ധപ്പെട്ട് വന്നതായ പേര് ആകാം എന്നാണ്. എന്തായാലും അദ്ദേഹത്തിന് ഒരു പ്രൊമോഷൻ ലഭിച്ചു. ആഗാഗ്യനായ ഹാമാൻ ഒരു പ്രൊമോഷൻ ലഭിച്ചു. പ്രൊമോഷൻ എന്തായിരുന്നു? മറ്റു പ്രഭുക്കന്മാരുടെ ഇരിപ്പിടത്തിന് മുകളിൽ അദ്ദേഹത്തിന്റെ ഇരിപ്പിടത്തെ കയറ്റി വെച്ചു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിന് നമുക്ക് കൊച്ചു കുട്ടികളുടെയൊക്കെ അന്നത്തെ ചിത്രകഥകളുമായി ബന്ധപ്പെട്ടുള്ള ബാലരമ പോലുള്ള അതിലേക്കുള്ള പിക്ചേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഉയർന്ന താണുമുള്ള സിംഹാസനങ്ങളിലൊക്കെ ഇരിക്കുന്ന പിക്ചേഴ്സ് ആണ് രാജാക്കന്മാരുടെ രാജസദസ്സിൽ. അങ്ങനെയുള്ള പിക്ചേഴ്സ് ആണ് ഞാനൊക്കെ കുഞ്ഞുനാളിലൊക്കെ വായിച്ചിട്ടുള്ളത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ മറ്റു പ്രഭുക്കന്മാർ അല്പം താണ സീറ്റുകളിലും ഇദ്ദേഹം അല്പം കൂടെ ഉയർന്ന മറ്റൊരു സ്റ്റെപ്പിൽ, മറ്റൊരു തലത്തിലുള്ള ഉയർന്ന തലത്തിലുള്ളതായ ഒരു സീറ്റിങ്ങിലുമാണ് ഇദ്ദേഹം ആയിരിക്കുന്നത്. ആ സീറ്റിംഗ് അറേഞ്ച്മെന്റ് കൊണ്ട് തന്നെ രാജസദസ്സിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തിക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും ആരെ ബഹുമാനിക്കണം, ആരെ അധികം ബഹുമാനിക്കണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവിടെ രാജകൽപ്പന തന്നെ ഉണ്ടായിരുന്നു. ഒരു സീറ്റിലേക്ക് അദ്ദേഹത്തെ പ്രൊമോഷൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രാജാവ് കൽപ്പിച്ചാലും ഇല്ലെങ്കിലും മറ്റുള്ളവരെല്ലാവരും തന്നെ അദ്ദേഹത്തെ ബഹുമാനിക്കണം എന്നുള്ളതാണ്. അദ്ദേഹത്തെ ബഹുമാനിക്കണം. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു വ്യക്തി മാത്രം ഇദ്ദേഹത്തെ ബഹുമാനിക്കുന്നില്ല. ഇവിടെ ഒരു കോൺട്രവേഴ്സി ഉണ്ട്, ഒരു വൈരുദ്ധ്യത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മൊർദെഖായി എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ബഹുമാനിക്കാത്തത്, വണങ്ങാത്തത്, നമസ്കരിക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ശരിക്കും യഹൂദൻ എന്ന കുങ്ക് അല്ലെങ്കിൽ യഹൂദൻ എന്നുള്ള അഹങ്കാരം കൊണ്ടാണ് അദ്ദേഹം അത് ചെയ്യാത്തത് എന്നാണ് വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത്. കാരണം അദ്ദേഹത്തെ വണങ്ങുക എന്നുള്ളത് അത് ആരാധനയുമായി ബന്ധപ്പെട്ടുള്ളതല്ല, മറിച്ച് ബഹുമാനിക്കുന്നതാണ്. ആരാധിക്കുവാൻ വണങ്ങുന്നതും
ബഹുമാനിക്കുവാൻ വണങ്ങുന്നതും അത് വ്യത്യസ്തമാണ്. എനിക്കറിയില്ല നമ്മുടെ മറ്റു ഭാഗങ്ങളിൽ എങ്ങനെയാണെന്ന്. തിരുവനന്തപുരം ഏരിയയിലൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന ആ സമയത്ത് ഇപ്പോഴും എൻ്റെ അധ്യാപകരാരെങ്കിലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കൈകൂപ്പി നമസ്തേ പറയാറുണ്ട്. അത് അവരെ ആരാധിക്കുന്നതല്ല, മറിച്ച് ബഹുമാനിക്കുന്നതാണ്. അതേസമയം നമ്മളെ ഹിന്ദു സഹോദരങ്ങളോ ഒക്കെ ആണെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോയി കൈകൂപ്പി നിന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ക്രിസ്ത്യൻസ് ആണെങ്കിൽ സഭകളിൽ പോകുമ്പോൾ കൈകൂപ്പി നിന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അവിടെ കൈകൂപ്പുന്നത് ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടിയാണ്. ഒരേ കാര്യമാണെങ്കിലും നമ്മൾ ചെയ്യുന്നത് രണ്ടർത്ഥത്തിലാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഇവിടെ വണങ്ങുന്നു എന്നുള്ള പദം കൊണ്ട് അത് അവൻ നമസ്കരിക്കുന്ന ആരാധനയുമായി ബന്ധപ്പെട്ട് അവൻ എതിർക്കുന്നതല്ല എന്നാണ് വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത്. മറിച്ച് ഒരു യഹൂദനായ ഞാൻ ക്ഷേമ്യനായ നിന്നെ വണങ്ങണമോ എന്നുള്ള അഹങ്കാരത്തിന്റെ ചോദ്യമാണ് അവിടെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ്, അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഹാമാന് അധികം രോഷം അദ്ദേഹത്തോടുണ്ടായത് എന്നും യഹൂദ പാരമ്പര്യത്തിൽപ്പെട്ട വേദശാസ്ത്ര പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 3-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള ഭാഗത്താണ് ഈ വണങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 3-ാം അധ്യായം 5 മുതൽ 6 വരെയുള്ള ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരുമ്പോഴത്തേക്ക് അവിടെ യഹൂദ സാമ്രാജ്യത്തിലും പാർസി സാമ്രാജ്യത്തിലുമുള്ള യഹൂദന്മാർക്ക് വരുന്ന ഒരു ത്രട്ടിനെ, ഒരു ഭീഷണിയെയാണ് കാണുവാൻ കഴിയുന്നത്. മൊർദെഖായിയെയാണ് അദ്ദേഹം നോട്ടം വയ്ക്കുന്നത്. ഹാമാൻ നോട്ടം വയ്ക്കുന്നത് മൊർദെഖായിയാണ്. എങ്കിലും യഹൂദൻ എന്നുള്ളതായ ആ അഹങ്കാരം മൊർദെഖായിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ആ രാജ്യത്തെങ്ങും പരന്നു കിടക്കുന്ന പാർസി സാമ്രാജ്യത്തിന്റെ അധീനതയിൽ എവിടെ എല്ലാ യഹൂദന്മാരുണ്ടോ അവർക്കെല്ലാവർക്കും ഈ അഹങ്കാരമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവനെ മാത്രം നശിപ്പിച്ചാൽ അതൊരു പരിഹാരമാകയില്ല, എല്ലാവരെയും നശിപ്പിക്കണം എന്ന് കരുതി അദ്ദേഹം അതിനു വേണ്ട ഒരു പ്ലോട്ട്, അത്രയ്ക്ക് അധികം നീരസം മൊർദെഖായിയോടുണ്ടായിരുന്നു. കാരണം ഉദ്യോഗസ്ഥർ പലരും പറഞ്ഞിട്ടും മൊർദെഖായി വണങ്ങുന്നില്ല. പലരും പറഞ്ഞു നോക്കി, പലരും ഉപദേശിച്ചു നോക്കി. തൽഫലമായിട്ട് യഹൂദ സാമ്രാജ്യത്തിൽ പകുതി യഹൂദന്മാരുണ്ട്, ബാക്കി കുറച്ചു പേരാണ് പാർസി സാമ്രാജ്യത്തിലുള്ളത്. അപ്പൊ മൊത്തം യഹൂദന്മാരെയും പാർസി സാമ്രാജ്യത്തിന്റെ അധീനതയിലുള്ള പാലസ്തീനിലുള്ള, അതുപോലെ തന്നെ പെർഷ്യ ശൂഷൻ രാജധാനിയിലുള്ള സകല സ്ഥലങ്ങളിലുള്ള യഹൂദന്മാരെ കൊല്ലുന്നതിനുള്ള ഒരു പദ്ധതി അദ്ദേഹം ഒരുക്കുകയുണ്ടായി. നമുക്ക് 3-ാം അധ്യായം അതിന്റെ 7-ാം വചനത്തിലേക്ക് വരുമ്പോൾ ചീട്ടിടുന്നതിനെ കുറിച്ച് കാണുവാൻ കഴിയുന്നു. ചീട്ടെന്ന് പറയുമ്പോൾ അന്നത്തെ ഏതെങ്കിലും ജ്യോതിഷികളെയൊക്കെ കൂട്ടിവരുത്തിയിട്ട് ദേവന്മാരുടെ മുന്നിൽ വെച്ച്, അവരുടെ വിഗ്രഹങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് എഴുതിയിട്ടതായ കുറിപ്പുകളിൽ നിന്നും ഒരു കുറിപ്പിങ് എടുക്കുകയാണ്. ഈ കാര്യം ഇന്ന ദിവസം ചെയ്യണമോ, ഇന്ന വ്യക്തിയെ സെലക്ട് ചെയ്യണമോ, ഇന്ന സ്ഥാനത്തേക്ക് പോകണമോ, ഇങ്ങനെ ഏത് പർപ്പസ് ആണോ, ഉദ്ദേശം എന്താണോ അതിനനുസരിച്ചായിരിക്കും ചീട്ടിൽ എഴുതിയിരിക്കുന്നത്. ഇവിടെ ഏത് ദിവസം അവരെ നശിപ്പിക്കണം എന്നുള്ള കാര്യം തീരുമാനിക്കാനാണ്. അപ്പോൾ ഡേറ്റ്സ് ആയിരിക്കും, തീയതികളായിരിക്കും ആ ചീട്ടുകളിൽ എഴുതിയിരിക്കുന്നത്. നിസാൻ മാസത്തിലാണ് ചീട്ടിട്ട് തുടങ്ങിയത് എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. നിസാൻ മാസം എന്ന് പറയുമ്പോൾ ഹാമാൻ അറിയില്ല നിസാൻ മാസത്തിന്റെ പ്രത്യേകത. പക്ഷേ നിസാൻ മാസത്തിലാണ് യഹൂദ ജനം പെസഹ ആചരിക്കുന്നത്. പെസഹ എന്ന് പറയുന്നത് പാർസി സാമ്രാജ്യത്തെക്കാളും വളരെ ശക്തമായ സാമ്രാജ്യമായിരുന്ന മിസ്രൈമ്യ സാമ്രാജ്യത്തിന്റെ കയ്യിൽ നിന്ന് ജനം വിടുതൽ പ്രാപിച്ച, വിമോചനം പ്രാപിച്ച കാര്യത്തെ സൂചിപ്പിക്കുന്ന ഉത്സവമാണ്. ആ ഉത്സവത്തിൽ ആയിരിക്കുമ്പോഴത്തേക്ക്, ആ ഉത്സവം ആചരിക്കുന്ന മൂഡിൽ, അങ്ങനെ ഒരു സന്തോഷ സമയത്ത് ജനമായിരിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് അവരെ കൊന്നുകളയുവാൻ വേണ്ടി ശത്രു പദ്ധതികൾ ഒരുക്കുകയാണ്. ചീട്ട് നമുക്ക് ആധാർ മാസം 13-ാം തീയതിയിലേക്ക് വന്നു എന്ന് കാണുവാൻ കഴിയുന്നു. അതായത് ആധാർ മാസം 13-ാം തീയതി സകല യഹൂദന്മാരെയും കൊല്ലുവാനുള്ള ദിവസമായി ജ്യോതിഷികൾ ഹാമാന് തെരഞ്ഞെടുത്തു കൊടുത്തു. ഇനി എങ്ങനെ കൊല്ലണം എന്നുള്ള പദ്ധതികളാണ് ആവിഷ്കരിക്കേണ്ടത്. ദിവസം വളരെ വ്യക്തമായി തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു. പുരീം എന്ന ഉത്സവം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് നാം പഠിച്ചു വരുന്നത്. പുരീം എന്ന വാക്ക് പൂർ എന്ന ബാബിലോണിയ വാക്കിൽ നിന്നുമാണ് വന്നത്. പൂർ എന്ന ബാബിലോണിയ വാക്കിന്റെ അർത്ഥം ചീട്ട് എന്നുള്ളതാണ്. ചീട്ടുമായി ബന്ധപ്പെട്ട് വന്ന ഉത്സവമാണ് പുരീം എന്നുള്ളതായ ഉത്സവം. എന്നാൽ ആരൊക്കെ ചീട്ടിട്ടാലും, സദൃശവാക്യം 16-ാം അധ്യായം അതിന്റെ 3-ാം വചനം പറയുന്നു, ചീട്ട് മടിയിൽ ഇടുന്നു, അതിന്റെ വിധാനമോ യഹോവയാൽ വരുന്നു. ചീട്ട് മടിയിലോ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇട്ടേക്കാം, പക്ഷേ അത് എങ്ങനെ വരണം എന്നുള്ളത് ദൈവം തീരുമാനിക്കുന്നതായ കാര്യമാണ്.
ഇതിന് തത്തുല്യമായ മറ്റൊരു വചനം കൂടിയുണ്ട്. കുതിര യുദ്ധത്തിന് ചമയ്ക്കുന്നു, ജയമോ യഹോവയാൽ വരുന്നു. ഇത് രണ്ടും പറയുന്നത് ഒന്നാണ്. മനുഷ്യന് എന്തൊക്കെയോ പദ്ധതികൾ ആവിഷ്കരിക്കാം, മനുഷ്യൻ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാം, എന്നാൽ അതിന്റെ അന്തിമ തീരുമാനം എന്ന് പറയുന്നത് അത് ദൈവത്താൽ വരുന്നു എന്നുള്ളതത്രേ. BC 479 ഒരു മഹാറാണി, ദൈവത്തെ ഭയപ്പെടുന്ന ഒരു മഹാറാണി ഓൾറെഡി ഈ പ്രശ്നത്തിന്റെ പരിഹാരകയായി കൊട്ടാരത്തിനകത്ത് കടന്നു ചെന്നു കഴിഞ്ഞു. ചീട്ടിടുന്ന ഹാമാൻ അറിയുകയില്ല ഇത് കൈകാര്യം ചെയ്യേണ്ട വ്യക്തി അതേ കൊട്ടാരത്തിനകത്ത് തന്നെക്കാൾ ഉന്നത അധികാരത്തിൽ ഇരിക്കുന്നു എന്ന്. 4 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ചീട്ട് ഇടുന്നത്. 4 വർഷം കൊണ്ട് മഹാറാണിയായിരിക്കുന്ന എസ്തറിന് എങ്ങനെയാണ് ഈ കൈകാര്യം ചെയ്യേണ്ടത്, ഈ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായ അറിവ് നൽകുവാൻ തക്കവണ്ണം ആ സാഹചര്യങ്ങൾ ഉതകിയിരിക്കും. ദൈവം അതിനുവേണ്ട പദ്ധതികൾ ആവിഷ്കരിച്ചു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തോടനുബന്ധിച്ച് ഇന്ന് എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ പിശാചോ മനുഷ്യനോ ഒക്കെ ഒരുക്കുന്നത് കണ്ടാൽ നാം ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം എസ്തർ സേവിച്ച ദൈവത്തെ തന്നെയാണ് നാം സേവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്നത് കാണുമ്പോൾ കർത്താവേ ഇത് എങ്ങനെയൊക്കെ ആയിത്തീരും എന്ന് പതറുന്നതിന് പകരം ഓൾറെഡി ദൈവം അതിനൊരു പരിഹാരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. ആ പരിഹാരത്തിലേക്ക് കടന്നു ചെല്ലുവാൻ തക്കവണ്ണം നമ്മെ തന്നെ ധൈര്യപ്പെടുത്തി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.